നോക്കി അവരെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് സന്തോഷത്തോടെ പറയണ്ട. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെയല്ല, തലയാത്തിയില്ല, കണ്ണിലേക്ക് നോക്കിയിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞേ. ഇഷ്കന്മാര് പറയേ, ദൈവം അഭിഷേക പറയേ, ദൈവം നിന്നെ തോമസ് എന്ന് കൈ കൊടുത്തിട്ട് പറയേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ പറയേ ആമേൻ. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ഭാഷാവരം തരും, തന്നിട്ടുണ്ട്, ദർശനവരൊക്കെ അവിടുന്ന് വാരിക്കോരി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോകാവൂട്ടോ. ഇന്ന് കുർബാന കഴിഞ്ഞ് ആരാധന കഴിഞ്ഞിട്ട് അത് ഇവിടെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നല്ല, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. വിശ്വാസം ഉണ്ടാ? വിശ്വാസം ഉണ്ടാ? വിശ്വാസമുള്ള രണ്ട് ഹല്ലേലൂയ ഉറക്ക പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഒന്ന് പറഞ്ഞു. എന്നിട്ട് ഇരിക്കേ, നമുക്ക് ഇരിക്കാം. സ്തുതി കൊടുക്കാത്തവർക്ക് ഇനി അനുഗ്രഹം കിട്ടില്ല കേട്ടോ. കൈ കൊടുക്കാത്തവരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കൈ കൊടുത്തില്ലെങ്കിൽ കിട്ടില്ല. കൈ കൊടുത്ത എല്ലാവരും പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയും ഹല്ലേലൂയ. ഞാനിന്നൊരു വചനം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. ഉറക്ക പറയും ഹല്ലേലൂയ. ബൈബിള് എടുക്കണം, നോട്ട്ബുക്ക് എടുക്കണം, പേന എടുക്കണം. എന്നിട്ട് നോട്ട്ബുക്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതണം. ഇന്ന് ഈ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് എത്രാം തീയതി ആണെങ്കിൽ അത് എഴുതി നമ്മൾ ഇന്ന് വചനം പഠിക്കാൻ പോവാ. ഒരു 20 വചനമെങ്കിലും നമുക്കിന്ന് പഠിക്കണം. ഹല്ലേലൂയ. നോട്ട്ബുക്കില്ലേ, പേന എടുക്കണം, നോട്ട്ബുക്ക് എടുക്കണം. എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതണം. നെഹമ്യാ മിഷൻ എഴുതണം കേട്ടോ. ഹല്ലേലൂയ. പുസ്തകം കൊണ്ടുവരാത്തവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് എഴുതാതെ കഴിഞ്ഞു അല്ലേ? അപ്പം ഇനി മേലാൽ നെഹമ്യാ മിഷനിലേക്ക് വരുന്നവരെ നോട്ട്ബുക്ക്, പേന, ബൈബിൾ എന്നിവ കൊണ്ടുവരേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇവിടെ പുറകിൽ ബൈബിൾ ഉണ്ട്. കഴിഞ്ഞോ ബൈബിള്? അവിടെ ഉണ്ട്, അവിടെ നിന്ന് എടുക്കണം. അതിൽ കുത്തി കുറിക്കരുത്. നിങ്ങളുടെ സ്വന്തം ബൈബിളിലെ കുത്തി കുറിക്കാവൂ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ മുഖത്ത് എന്താ സന്തോഷമില്ലാത്ത? ഹല്ലേലൂയ. ഇന്നെന്താ? ഇന്ന് വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് ഉപവാസമാണോ? ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വചനം പറയാം. സങ്കീർത്തനങ്ങൾ 147 9-ാമത്തെ വചനം. 147 സങ്കീർത്തനം 9-ാമത്തെ വചനം. നിൽക്കട്ടെ, എല്ലാവരും എടുക്കട്ടെ. ബാബുച്ചേട്ടാ കിട്ടിയ ബൈബിളുള്ളവരൊക്കെ എടുക്ക്. ബൈബിള് ഈ ചേച്ചിക്ക് ബൈബിൾ കിട്ടിയില്ലേ? ബൈബിൾ എടുക്കുക. ബൈബിൾ വായിക്കാൻ അറിയാവുന്നവർ ബൈബിൾ എടുക്കണം, വായിക്കാൻ അറിയാത്തവർ ബൈബിൾ എടുക്കണം. കണ്ണ് കാണാത്തവർ ബൈബിൾ എടുക്കണം, കണ്ണ് കാണുന്നവരും ബൈബിൾ എടുത്ത് കയ്യിൽ വെച്ചോ. ഹല്ലേലൂയ. എല്ലാവരും ബൈബിൾ എടുത്ത് പിടിക്കുക. ഭാഷ മലയാളം ബൈബിളാണ് കേട്ടോ, ഇംഗ്ലീഷ് അല്ല. ഹല്ലേലൂയ. കണ്ണ് കാണാത്തവരും ബൈബിൾ എടുക്കണം, കണ്ണ് കാണുന്നവരെടുക്കണം. എഴുതാൻ അറിയാത്തവരെടുക്കണം, അറിയുന്നവരെടുക്കണം. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞ് ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ബൈബിൾ തുറന്ന് ഒത്ത നടുവിൽ, ബൈബിളിലെ ഒത്ത നടുവിലാണ് സങ്കീർത്തനങ്ങൾ. ആ പുസ്തകം എടുത്തിട്ട് 150 സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ 147-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വചനം സ്വന്തം ബൈബിളിലൊരു അടിയിൽ വരച്ചിടാം. ഹല്ലേലൂയ. നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണം, നമുക്ക് വേഗം പോകണം. കിട്ടിയാ? 147-9 കിട്ടിയാ? ഉറക്കെ പറയും കിട്ടിയെന്ന് പറയും. കിട്ടി. നമുക്ക് വായിക്കാം, എല്ലാവർക്കും ചേർന്ന് വായിക്കാം. ഒരു മിനിറ്റ്. വായിച്ചാൽ എന്താ ഗുണം? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, വായിച്ചെന്താ ഗുണം? വായിച്ചെന്ത് ഗുണം? വെളിപാട് 1:3. ഈ പ്രവചനത്തിലെ വായിക്കുന്നവരും, മറന്നോ നിങ്ങൾ? വായിക്കുന്നവരും വെളിപാട് 1:3 എടുത്ത്. വെളിപാട് ഇത് മറക്കരുത്, പേജ് അവിടെ വിരൽ വെച്ചോളോ. വെളിപാട് 1:3. ഇതെല്ലാം ആഴ്ച ഞാൻ പറയുന്നുണ്ട്. വെളിപാട് 1:3. വെളിപാട് 1-ാം അധ്യായം 3-ാമത്തെ വചനം എന്താണ്? ഈ പ്രവചനത്തിലെ വാക്കുകൾ ശ്രദ്ധിച്ച് വായിക്കണേ. വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും ആരാണ്? അനുഗ്രഹീതർ. അപ്പൊ നിങ്ങൾ അനുഗ്രഹീതരാകാൻ എന്ത് ചെയ്യണം?
ബൈബിള് കൊണ്ടുവരണം, ബൈബിളിലുള്ള വചനങ്ങൾ വായിക്കണം, പിന്നെ അത് കേൾക്കണം, അതനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരാണ് അനുഗ്രഹീതർ. ലോട്ടറി കിട്ടിയവരല്ല അനുഗ്രഹീതര്. ഇത് ബൈബിള് വായിച്ച് വായിക്കുന്നവരാണ് ആര്? അനുഗ്രഹീതർ. ഹല്ലേലൂയാ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ ഒക്കെ പറയും. ഹല്ലേലൂയാ. ഉറക്കം വരുന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അപ്പം നമ്മൾ 147 നമ്മുടെ വിഷയം അതല്ലെങ്കിൽ ആ വചനം ഒന്ന് ഓർമ്മ വന്നപ്പോൾ നിങ്ങളൊന്ന് വായിപ്പിക്കാനാണ്. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ആരായും അനുഗ്രഹീതരാകും. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് 147 സങ്കീർത്തനം 9 വചനം വായിക്കാം. 10ഉം 11 കൂടി വേണമെങ്കിൽ വായിക്കാം. ഓക്കെ, 9 വചനം വായിച്ചേ. ബൈബിള് എല്ലാവർക്കും കിട്ടിയാ? സങ്കീർത്തനം കിട്ടിയാ? നിങ്ങളെന്താ ഇങ്ങനെ പിശുക്കന്മാർ? നന്നായിട്ട് എടുക്ക്, ബൈബിൾ എടുക്ക്. 147 എനിക്ക് എല്ലാവരും കൂടി വായിക്കുമ്പോൾ എനിക്ക് എന്തിനാണെന്നറിയാം, എല്ലാവരും അനുഗ്രഹിച്ചത്. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു കൊട്ട നിറയെ സാധനം കൊണ്ടുപോകണം. ഹല്ലേലൂയാ. അനുഗ്രഹം വാരി കോരി കൊണ്ടുപോകണം. ഈ ഉച്ചയ്ക്ക് ആരാധന കഴിയുമ്പോൾ വെറും കൈയോടെ ഒരാൾ പോവരുത് കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിക്കുക എന്തൊക്കെ കിട്ടിയെന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണം. ശരി, 147 എന്ന് വായിച്ചേ. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. ആർക്കൊക്കെ കൊടുക്കുന്നത്? മൃഗങ്ങൾക്കും കരയുന്ന കാക്കകൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. അതിൻ്റെ അടിയിൽ വരച്ചിട്ടോ. അടുത്ത വചനം 10. എല്ലാവരും വായിച്ചേ. 10. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. അടുത്ത വചനം. ഓട്ടക്കാരന്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. പിന്നെ ആരിലാണ് പ്രസാദിക്കുക? അടുത്ത വചനം. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരിലുമാണ് കർത്താവ് പ്രസാദിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, പടക്കുതിരയുടെ ബലത്തില്, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ മസിലില്, നിന്റെ കഴിവില്, നിന്റെ ബുദ്ധിയില്, നിന്റെ സമ്പത്തില് ഒന്നും കർത്താവ് സന്തോഷിക്കുന്നില്ല. നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ടാകാം, നിനക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് നിനക്ക് തോന്നാം. പക്ഷേ കർത്താവ് സന്തോഷിക്കുന്ന എപ്പോഴാണ്? കർത്താവ് അതിൽ സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരന്റെ ശീഘ്രതയിൽ അവിടുന്ന് നീ ഇങ്ങനെ വെച്ച് ഓടി PT ഉഷ ഓടുന്ന പോലെ ഓടി 1ാമത്തെ സമ്മാനം വാങ്ങിക്കുന്നതിലും കർത്താവ് പ്രസാദിക്കുന്നത്. എന്തിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത്? അത് നിങ്ങളും നിങ്ങളുടെ മക്കളോടൊക്കെ പറയണം, നിങ്ങളുടെ അയൽവാസികളോട്. എന്താ പറയുന്നത്? തന്നെ വായിക്കേ. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരിലുമാണ് കർത്താവ് പ്രസാദിക്കുന്നത്. വലത് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ കർത്താവ് പ്രസാദിക്കുന്നത് നിന്റെ കഴിവിലോ, നിന്റെ ബുദ്ധിയിലോ, നിന്റെ ആരോഗ്യത്തിലോ, നിന്റെ വിദ്യാഭ്യാസത്തിലോ, നിന്റെ മഹമിയിലോ അല്ല. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. സ്വരമേർത്തി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ 9ാമത്തെ വചനം 7ാമത്തെ വചനം എന്താണ് വായിച്ചത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ മറക്കൂ ആ വചനം. 147 എത്രയാണ് വചനം? 9ാമത്തെ വചനം പഠിക്കുക. മൃഗങ്ങൾക്കും നിങ്ങളത് വിശ്വാസത്തോടെ പറഞ്ഞു. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് എന്ത് കൊടുക്കുന്നു? ആഹാരം നൽകുന്നു, കൊടുക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
അങ്ങനെയെങ്കിൽ മനുഷ്യന് ഇത് കൊടുക്കുമോ കർത്താവ്? അപ്പൊ നമുക്ക് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം ഒന്ന് എടുത്തേ, 18-1 മുതൽ. അവിടെ ഒരു കാര്യം കർത്താവ് അത് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എവിടെ എന്താ പറയുന്നത് അറിയാം? ലൂക്ക 18, വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായം എടുത്തീൻ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. എന്താണ് ഉപമ? പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. അടുത്ത വചനം. കുറേ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല. അടുത്തത്. പിന്നീട് അവനാരാ? ന്യായാധിപൻ ഇങ്ങനെ ചിന്തിച്ചു. എന്ത് ചിന്തിച്ചു? ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഖ്യപ്പെടുത്തും. എന്നിട്ട് നിർത്താം. എൻ്റെ കർത്താവ് പറഞ്ഞു, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവ് പറഞ്ഞു, നീതി രഹിതനായ ആ ന്യായാധിപൻ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുവിൻ. എന്നിട്ട് എന്താണ്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാക്കയ്ക്കും കുഞ്ഞിനൊക്കെ ആഹാരം കൊടുക്കുന്ന ദൈവം അവൻ്റെ പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട മക്കള് അവൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നൽകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും തരും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വചനം പറഞ്ഞത് ഒന്നും കൂടി ഞാൻ പറയാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വചനം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്തേ. ഒന്ന് ദിനവൃത്താന്തം, ബൈബിളിലൊരു എടുക്ക്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം. ഒരു മിനിറ്റ്, എനിക്കൊരു തിരക്കില്ല. 4-ാം അധ്യായം 10-ാമത്തെ വചനം എന്താണ്? അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് ആരാണ് അവൻ? യാബസിന് എങ്ങനെയാ പേര് കിട്ടിയത്? അവന്റെ അമ്മ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യാബസ് എന്ന പേര് അവനിട്ടു. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. യാബസ് എന്താണ് പ്രാർത്ഥിച്ചത്? യാബസ് ഇങ്ങനെ ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ്? ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. പിന്നെ അങ്ങയുടെ കരം, കേട്ടില്ലേ? അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്നിട്ട് അടുത്ത വചനം വായിച്ചേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപ ഇതാണ്.
നിന്റെ പ്രാർത്ഥന അത് എന്തു തന്നെയായാലും അത് കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്ക് എന്താണ് ആവശ്യമെങ്കിൽ അത് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അത് കിട്ടിയിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിന്റെ അതിരുകൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതിരുകൾ വിസ്തൃതമാക്കണം. അയൽവക്കക്കാരൻ്റെ സ്ഥലം എടുക്കാനല്ല, നമ്മുടെ അതിരുകള്, ജീവിതത്തിൻ്റെ അതിരുകള്, ആത്മീയ ജീവിതത്തിൻ്റെ അതിരുകള് വിസ്തൃതമാക്കണം. ഇപ്പം നമ്മളിപ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനകള് ഒന്നും കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഒരു മാറ്റം വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലെ കർത്താവ് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കും. ഹല്ലേലൂയാ. അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ വിശ്വസിക്കുകയാണ്, കർത്താവ് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കും. ഇത് സംഭവിക്കണമെങ്കിൽ, നിന്റെ അതിരുകൾ വിസ്തൃതമായി തീരണമെങ്കിൽ കർത്താവ് പറയാണ്, അവിടുത്തെ വചനം നീ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയാ. അവിടുത്തെ വചനം നിന്റെ ഹൃദയത്തിൽ, അങ്ങനെ നീ സൂക്ഷിക്കുമ്പോൾ നിന്റെ അതിരുകൾ, വീടിൻ്റെ അല്ലെങ്കിൽ നിന്റെ ഭൗതിക ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ അതിരുകൾ വിസ്തൃതമായി നീ ഒരു വലിയൊരു അഭിഷേകമുള്ളവനായി തീരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസമുള്ള ഒരു കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, അവിടുത്തെ വചനം ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയാ. ഒറ്റ കാര്യമുള്ളൂ, അവിടുത്തെ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞ അവിടുത്തെ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കണം. അങ്ങനെ കണ്ണും പൂട്ടി കർത്താവ് പറഞ്ഞ വചനങ്ങളെ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അവൻ ഐശ്വര്യം പ്രാപിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ വചനം എന്തുമാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ ദൈവാഭിഷേകം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രത്യേകത ഓർത്തത്, നിങ്ങൾ ബൈബിളിലെ ആമോസ് പ്രവാചകന്റെ പുസ്തകമുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം വായിച്ചിട്ട് നമുക്ക് ആ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറയാം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം. ആമോസ് പ്രവാചകൻ കിട്ടിയവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഏതാ പേജിന്. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. ഹല്ലേലൂയാ, ഹല്ലേ. കിട്ടിയ അഭിഷേകിന് കിട്ടിയ അഭിഷേക പേര് ഞാൻ മറന്നിട്ടില്ല. 8:11 കിട്ടിയ ആമോസ്. എല്ലാവർക്കും കിട്ടിയ നിങ്ങളങ്ങനെ ഇതാവണ്ട. എല്ലാവർക്കും കിട്ടിയ ബൈബിളിലൊരിക്കൽ കിട്ടിയ ജോസഫിന് കിട്ടിയ 8:11 ആമോസ്. ആ പേജ് നമ്പർ പറഞ്ഞു കൊടുക്കുക അടുത്തിരിക്കുന്നവർക്ക്. ഒരാൾക്കും കിട്ടാതെ പോകാൻ പാടില്ല, അതിനാണ് ഞാൻ പറയുന്നത്. 8:11 മൊബൈലുള്ളവർക്ക് എളുപ്പാ. മൊബൈലിൽ ആ ആമോസ് അമർത്തി കഴിഞ്ഞാൽ 8 കിട്ടും, 11 കിട്ടും. അപ്പോൾ അവർക്ക് ഏറ്റവും സുഖം മൊബൈലുള്ളവർക്ക്. അതിന് ഞാൻ മൊബൈൽ എടുക്കാൻ പറയില്ല, നമുക്ക് ബൈബിൾ നിവൃത്തി പഠിക്കാം. 8:11 നമുക്ക് വായിക്കാം. എന്താണ്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ശ്രദ്ധിച്ചു വായിക്കേ. ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. പിന്നെ ഭക്ഷണക്ഷാമമോ ദാഹവറുതിക്കുള്ള ക്ഷാമമോ അല്ല, കർത്താവിൻ്റെ വചനത്തിനു വേണ്ടിയുള്ള ക്ഷാമമായിരിക്കും. ഹല്ലേലൂയാ. ക്ഷാമം വരാൻ പോകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമോസ് പ്രവാചകനിൽ കൂടി എഴുതി വെച്ചു, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ലോകത്ത് വലിയ ക്ഷാമം വരാൻ പോകുന്നു. അത് ഭക്ഷണത്തിനുള്ള ക്ഷാമമല്ല, അത് ദാഹജലത്തിനുള്ള ക്ഷാമമല്ല, അത് വരുന്നത് തൻ്റെ വചനത്തിനു വേണ്ടിയുള്ള ക്ഷാമം വരാൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, കോവിഡ് കാലം ഓർത്താൽ മതി.
കോവിഡ് കാലത്ത് നമ്മുടെ വിശുദ്ധ കുർബാനകളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഭക്താഭ്യാസങ്ങളൊന്നും നടന്നില്ല. നമ്മൾ വീടിൻ്റെ മുറിയിലിരുന്ന് ഓൺലൈനിൽ ശുശ്രൂഷകൾ പങ്കെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൻ്റെ പല ഘടകങ്ങളിലും മാറ്റങ്ങൾ വരുത്തി. പള്ളിയിൽ പോയിരുന്നവർക്ക് പോകാൻ പറ്റാതെയായി. പക്ഷെ ഇങ്ങനെയുള്ളൊരു കാലം ഇനിയും നമ്മുടെ അരികിലേക്ക് വരും. കോവിഡായിട്ടല്ല, മറ്റു പല രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തിനെ പലവരും നമ്മോട് ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ദേവാലയങ്ങൾ അടയ്ക്കപ്പെടാം, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കപ്പെടാം, നമ്മുടെ മേഖലകൾ പലയിടത്തും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഇനിയുള്ള കാലത്തിൽ ഇങ്ങനെ ഇരുന്ന് വചനം കേൾക്കാനുള്ള സൗകര്യമുണ്ടായില്ല എന്ന് വരാൻ വർഷങ്ങൾ കഴിയുമ്പോൾ. പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു കാലം വരുമ്പോൾ നിന്റെ ജീവിതത്തിലെ ദൈവത്തിനോട് കൂടെ ആയിരിക്കാൻ, ദൈവത്തിൽ നീ വളരാൻ നിനക്ക് എന്തു വേണം? നീ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹല്ലേലൂയ. അപ്പൊ അന്ന് നിനക്ക് ദാഹമുണ്ടാകും. കർത്താവേ, വചനമൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്ത്. അന്ന് നിനക്ക് ഭക്ഷണത്തിനുള്ള ക്ഷാമമല്ല, വെള്ളം കിട്ടാത്ത ക്ഷാമമല്ല, വചനം കിട്ടാത്ത ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലേ അടുത്തു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് കർത്താവ് പറഞ്ഞു, നീ നിന്റെ ഹൃദയത്തിൽ വചനം നീ സംഭരിച്ച് വെച്ചാൽ അന്ന് നിനക്കതിൻ്റെ ഫലം ചൂടാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആരൊക്കെ വചനം ഹൃദയത്തിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ടോ അവന്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വചനം പഠിക്കണ്ടേ? നിങ്ങൾ പറയേ, അത് ഒഴുക്കിൽ പോയാൽ മതിയാ? സുഖമായി, ഇനി കുർബാനയ്ക്ക് പോകണ്ട, നമുക്കിനി വീട്ടിലിരിക്കാൻ, ബൈബിളും വായിക്കണ്ട എന്ന് വിചാരിച്ചാൽ മതിയോ? അപ്പൊ നമുക്ക് അന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അതിരുകള് വിസ്തൃതമാക്കാൻ ദൈവം ഒരുക്കി വെച്ച സമയമാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അതെന്താണ്? അത് കണ്ണും പൂട്ടി വിശ്വസിക്കണം. ഹല്ലേലൂയ. പണ്ട് ഒരു അമ്മാമ്മ പ്രാർത്ഥിക്കാൻ വന്നിട്ട് അമ്മമ്മയുടെ ധ്യാനഗുരു പറഞ്ഞു, അമ്മമ്മയുടെ പ്രശ്നം എന്ന് പറയുക വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു കുന്ന് നിൽക്കുന്നുണ്ട്, ഒരു കുന്ന്, ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പം അമ്മമ്മയോട് പറഞ്ഞു, ഇന്ന് രാത്രി അമ്മമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചോ. അമ്മമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളെ രാവിലെ നോക്കുമ്പോൾ ആ കുന്ന് അവിടെ നിന്ന് മാറ്റപ്പെടും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ കുന്നുകളൊക്കെ മാറ്റപ്പെടും, മലകൾ മാറ്റും. അമ്മമ്മ രാത്രി ഇരുന്ന് മുഴുവൻ സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മമ്മ എങ്ങനെയും ഒന്ന് നേരം വെളുത്ത് സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിരുന്ന് അമ്മമ്മ കണ്ടു നോക്കുമ്പോഴല്ലോ ആ കുന്ന്, ആ മണ്ണ് അങ്ങനെ തന്നെ നിൽക്കാം. ഇപ്പൊ ക്രിസ്ത്യാനിയായ നമ്മുടെയൊക്കെ അമ്മാമ്മ എന്ത് പറയുന്നറിയാം? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല, പിന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വിശ്വാസം. തലയിൽ മാമോദീസ വെള്ളം വീണിട്ട് നമ്മൾ ക്രിസ്ത്യാനിയായി ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവനായി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഈ വചനത്തിനെ കുറിച്ചുള്ള തീക്ഷ്ണമായൊരു ദാഹം നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോഴാണ് നിന്റെ അതിരുകൾ വീടിൻ്റെ അതിരുകളല്ല, നിന്റെ ജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിലെ അതിരുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തു പറ്റിയെന്നറിയ, ഈ കാലഘട്ടത്തിലെ ഈ വചനങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഇത് കേൾക്കുന്നവരും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ പള്ളിയിൽ വരുന്നവരും ദൈവത്തിൻ്റെ വചനം ഒരു തമാശയായി കണ്ടു. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോഴും ദൈവത്തിൻ്റെ വചനം ഒരു തമാശയാണ്. ആര് വിശ്വസിക്കുന്നു? അതൊക്കെ അച്ഛന്മാർക്ക് പണിയില്ലാത്ത കാരണം കൊണ്ട്, അല്ലെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാർക്ക് പണിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ വചനം എന്ന് പറയുന്നു. ആര് വിശ്വസിക്കുന്നു? പക്ഷെ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തിന് ഞാനോ നിങ്ങളോ നമ്മുടെ മക്കളോടോ നമ്മുടെ കുടുംബത്തിലുള്ളവരോടോ അയൽവാസിയോടോ ഒരു വചനം പറയുമ്പോൾ
അവനത് തമാശയായിട്ട് കരുതുന്നു. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ തന്നെ 2-3 സംഭവങ്ങളുണ്ട്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ 19-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം. അതിന്റെ സന്ദർഭം ഇതാണ്: സോദോം ഗൊമോറ പ്രദേശം നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. എന്നിട്ട് ദൈവം അബ്രഹാമിന്റെ അടുത്തേക്ക് പോയി. നിങ്ങളെ 18-ഉം 19-ഉം വചനഭാഗങ്ങളൊന്ന് വായിക്കണം. ഉൽപ്പത്തി 18-ഉം 19-ഉം. ഇത് നമ്മൾ 19-ലാണ് വരുന്നത്. അബ്രഹാത്തിന്റെ അടുത്ത് പോയി അബ്രഹാം അവനോട് മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കോ, 40 ഉണ്ടെങ്കിൽ നശിപ്പിക്കോ എന്നൊക്കെ ചോദിച്ച് 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കോ എന്ന് ചോദിച്ചപ്പോൾ ആരും സോദോമിലുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി പേര് ഹല്ലേലൂയ. അപ്പൊ ദൈവം തന്റെ ദൂതന്മാരെ ലോത്തിനോട് പറഞ്ഞു. സോദോമിലാണ് ലോത്ത് താമസിക്കുന്നത്. ഇപ്പൊ ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, നിന്റെ പെൺമക്കളെ കെട്ടാൻ പോകുന്ന മരുമക്കള് അവിടെയുണ്ട്, അത് ഈ സോദോമിലുണ്ട്. നീ ചെന്ന് അവരോട് ചെന്നു പറയണം. എന്താണ് പറയേണ്ടത്? ദൈവം ഇവിടെ തീയും ഗന്ധകവും ഇറക്കി ഈ സോദോം ഗോമോറ പ്രദേശം നശിപ്പിക്കാൻ പോവുകയാണ്. ലോത്ത് ഓടിച്ചെന്ന് അവിടെ ചെന്ന്, അതാണ് 13 മുതലുള്ള വചനങ്ങള്. ലോത്ത് ഓടിച്ചെന്ന് ഈ മക്കളോട്, തൻ്റെ മരുമക്കളാകാൻ പോകുന്നവരോട് ചെന്നു പറഞ്ഞു. എന്താണ്? നിങ്ങൾ വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഇതാ ദൈവം ഇവിടെ തീയും ഗന്ധകവും ഇറക്കി നശിപ്പിക്കാൻ പോകുന്നു. ലോത്ത് ഇത് പറഞ്ഞപ്പോൾ അവന്റെ മരുമക്കളുടെ റിയാക്ഷനാണ് 14-ാമത്തെ വചനം. എന്താണ് 14-ാമത്തെ വചനം പറയുന്നത്? കിട്ടിയ നിങ്ങൾക്ക്? ഉൽപ്പത്തി 19-14 കിട്ടിയ? എന്താണ്? ഉടനെ നിങ്ങൾ സ്കൂളിലെ കുട്ടികൾ LKG-കാർ പഠിക്കുന്നവരെ പഠിക്കരുത്, വചനം നിർത്തി വായിക്കുക. ലോത്ത് ഉടൻ തന്നെ തൻ്റെ നിർത്തി വായിച്ചാൽ മതി. എനിക്ക് 12 കാര്യമുണ്ട്, നിർത്തി വായിച്ചു. പുത്രിമാരെ കെട്ടാൻ പോകുന്നവരോട് അടുത്ത് ചെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങളെ ഉടനെ തന്നെ സ്ഥലം വിട്ടു പോകുക. കർത്താവ് ഈ നഗരം എന്നിട്ട് അതിൻ്റെ അടുത്ത വചനത്തിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യും. അപ്പോൾ എന്നാൽ എന്താണ് പറഞ്ഞത്? എന്നാൽ അവൻ തമാശ പറയുകയാണെന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പൻ്റെ ഒരു തമാശ. പിന്നെ അതൊന്നും നടക്കില്ല. നമ്മൾ പിള്ളേരോടും നമ്മുടെ ആൾക്കാരോടൊക്കെ ഒന്ന് വചനം പറയാൻ കഴിയുമ്പോൾ പിന്നെ ഇതൊക്കെ വെറുതെ പറയല്ലേ. ഞാൻ ഒരിക്കലും ആളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് മദ്യപിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം ശിക്ഷിക്കുന്ന മറിച്ച് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചെന്നോട്, ദൈവം എന്താ ബിൻ ലാദനാണോ ഒരാൾ തെറ്റ് ചെയ്ത് അപ്പോൾ ക്രൂശിക്കായി കൊല്ലാനായിട്ട്? ദൈവം ബിൻ ലാദനല്ല, ആർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ചില ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ നമ്മളത് സൂക്ഷിക്കണം, നമ്മൾ അത് സ്വീകരിക്കണം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, ഇതൊന്നും നമ്മൾ കേട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പം ഇത് ലോത്തിൻ്റെ മരുമക്കൾക്ക് പറ്റിയത് ഇതാണ്. അവർ കേട്ടു. അപ്പം അവർ പറഞ്ഞു, ഇത് അപ്പൻ്റെ നമ്മൾ പറയില്ല, അപ്പച്ചൻ്റെ ഒരു തമാശയായിട്ട്. ദൈവത്തിൻ്റെ വചനത്തെ ഇന്ന് പലവരും കാണുന്നത് ഒരു തമാശയായി. ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. നമ്മുടെ നാട്ടിലൊരു പ്രൈസില്ല. എന്താണ്? അതൊക്കെ പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി, നടക്കണ കാര്യമൊന്നുമില്ല. സത്യത്തിൽ പള്ളിയിൽ പോയി പറഞ്ഞാലേ നടക്കൂ. അന്നത്തെ വിശ്വാസം അതായിരുന്നു. പക്ഷെ നമ്മളതിനെ കൊണ്ട് അത് നീ വെള്ളേ പോയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് തന്നെ വിശ്വാസമില്ല ഇതിൽ നടക്കുമെന്ന്. പണ്ടൊരു അമ്മാമ്മ പ്രാർത്ഥിക്കാൻ പോയത് നിങ്ങൾക്കറിയില്ലേ? പെരുന്നാളിൻ്റെ ദിവസം പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഗീർവർഗീസ് പുണ്യാളുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മാമ്മ തൻ്റെ മടിശീലയിൽ നിന്ന് 20 രൂപ ഇട്ട് ഗീർവർഗീസ് പുണ്യാളിനെ നേർച്ചിട്ടു. എന്നിട്ട് ഗീർവർഗീസ് പുണ്യാളിനെ തൊട്ട് മുത്തി. അത് കഴിഞ്ഞ് അമ്മമ്മ അവിടെ നിൽക്കുക. അപ്പം കപ്പേരിക്ക് എങ്ങനെയും പള്ളി അടച്ചിട്ട് പോകണം. കപ്പേരി നോക്കുമ്പോൾ അമ്മ അവിടെ നിൽക്കുക. അമ്മമ്മ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട്
ഈ ചട്ടയുമുണ്ടാണ്. അപ്പോൾ ഈ സൈഡിലത്തെ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു 20 രൂപ എടുത്തിട്ട് വീണ്ടും നിറച്ചിട്ടു. അപ്പോൾ കപ്പിയർക്ക് അത്ഭുതമായി, 20 ഇട്ടു, ഇതായിടുന്നു. എന്നിട്ട് അമ്മമ്മ എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഒരു സാധനം കിടപ്പുണ്ട്. എന്താ? ഗിർവർഗീസ് പുണ്യാളിൻ്റെ കുന്തത്തിൻ്റെ താഴെ ആര് കിടപ്പുണ്ട്? പാമ്പ് കിടപ്പുണ്ട്, സർപ്പം കിടക്കുന്നുണ്ട്. ഈ അമ്മമ്മ അതിനെ ഒന്ന് തൊട്ടുമുത്തി, തൊട്ടുമുത്തി. അപ്പൊ കപ്പ്യേര് ചോദിച്ചേ, എന്താ അമ്മമ്മ ചെയ്തതെന്ന് ചോദിച്ചപ്പോ അമ്മമ്മ, ക്രിസ്ത്യാനി അമ്മമ്മ, നമ്മുടെയൊക്കെ സ്വന്തക്കാരായ അമ്മമ്മ പറഞ്ഞെന്താണെന്നറിയോ, എൻ്റെ മോനെ ഇതിലിപ്പോ ആരെ കൊണ്ട് ആ ഗുണം കിട്ടാന്നിപ്പോ ആർക്കറിയാം? ഇതിലിപ്പോ ആരെ കൊണ്ടാ കിട്ടാ? പാമ്പിനെ കൊണ്ടാണോ ഗിർവർഗീസിനെ കൊണ്ടാണോ നമുക്കറിയില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജോത്സ്യൻ്റെ അടുത്തേക്ക് ഓടും, അതുപോലെ തന്നെ കൈനോട്ടക്കാരൻ്റെ അടുത്തേക്ക് ഓടും, അതുപോലെ തന്നെ നമ്മൾ പലവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി. എവിടെ രക്ഷ കിട്ടുന്നത്? നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമുക്ക് ഇന്നും പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ, പള്ളിയിലൊന്നല്ല നമ്മളപ്പോൾ ധ്യാന കേന്ദ്രത്തിലേക്ക് ഓടി, കൗൺസിലിങ്ങിന് ഓടി, ശുശ്രൂഷകൾക്ക് ഓടി. എവിടെയാണ് രക്ഷ കിട്ടുന്നതെന്ന് കുറേ നാൾ നമ്മൾ സെഹ്യോനിലേക്ക് ഓടി, കുറേ നാൾ നമ്മൾ വളമേലച്ഛൻ്റെ അടുത്ത് ഓടി, കുറേ അങ്ങോട്ട് ഓടി, കുറേ ഇങ്ങോട്ട് ഓടി. അവസാനം നമ്മളും മടുത്തു. ഈ തേങ്ങയുടെ മൂട് എവിടെ നിന്നാണ് കിട്ടണമെന്ന് മനസ്സിലാവില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ഓർക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത് നല്ലത് തന്നെ ആരോഗ്യം വെക്കാനായിട്ട്. പക്ഷെ അവിടെ ഇവിടെയൊന്നും അല്ല. നിന്റെ കയ്യിലുണ്ട്, നിന്റെ അധരത്തിലുണ്ട് ദൈവത്തിൻ്റെ വചനം. നീ ആ വചനം ഒന്ന് വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്റെ കെട്ടുകളെ അടിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകാൻ, നമ്മുടെ അതിർത്തികൾ വിസ്തൃതമാകാൻ നമുക്ക് അത്യാവശ്യമായി വേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം, അതിലുള്ള വിശ്വാസം. എന്താണ് ദൈവത്തിൻ്റെ വചനം? യോഹന്നാൻ 1:1. എന്താണ് യോഹന്നാൻ 1:1? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്, അത് ദൈവം തന്നെയാണ്. നീ അതിന് റെസ്പെക്റ്റ് കൊടുക്കണം. നിന്റെ കാൽച്ചുവട്ടിലല്ല വെക്കേണ്ടത്, നിന്റെ വീട്ടിൽ മനോഹരമായി അത് വെക്കണം, നിന്റെ പീഠത്തിന്മേൽ വെക്കണം. അതിൻ്റെ മുകളിൽ ഒന്നും കയറ്റി വെക്കരുത്. കാരണം ദൈവം വചനം തന്നെയായ ദൈവമാണ് നിന്റെ അരികിലിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. എന്തിനെ? ബൈബിളിനെ നമ്മൾ ബഹുമാനിക്കണം. ഹല്ലേലൂയ. സ്വരമേതി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വരുന്നത് ഹല്ലേലൂയ പറഞ്ഞേ മതി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 10ഉം 11ഉം വചനങ്ങൾ. ലൂക്ക 24, 10-11 വചനങ്ങൾ. കർത്താവിനെ കാണാൻ പോകുന്ന ശിക്ഷഗണങ്ങളാണ്. അതിനെക്കുറിച്ച് പറയുന്നത് വായിച്ചു നോക്കിയത്. കിട്ടിയ എല്ലാവർക്കും കിട്ടിയ? ലൂക്ക 24, 10, 11 എന്താണ്? അടുത്ത വചനം. നിർത്ത്. അവർ ചെന്ന് പറഞ്ഞു, അവിടെ ആരുമില്ല, ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് അടുത്ത വചനം, അതാണ് 11. എന്താണ് പറഞ്ഞത്? നിൽക്കുന്നത് അവർക്കാകട്ടെ, അവർക്കാകട്ടെ, ഞാൻ കേൾക്കണേ, പുതിയ വചനാണെന്ന് ചോദിച്ചു. അവർക്കാകട്ടെ ഈ വാക്കുകൾ ഒരു കെട്ടുകഥ പോലെയാണ് തോന്നിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ഇവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അന്നത്തുള്ള അവർക്ക് പോലും ഇതൊരു കെട്ടുകഥയായിട്ടാണ് തോന്നിയത്. അപ്പൊ നമ്മുടെ സ്ഥിതി പറയണ, നമുക്ക് കെട്ടുകഥയായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ,
അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്താൽ നിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ വചനത്തിന് ഞാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അത്രമാത്രം ദൈവം എൻ്റെ ആത്മീയവും ഭൗതികവുമായ അതിരുകൾ വിസ്തൃതമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്ക് ആ വചനത്തിനോട് ഇഷ്ടം. 1 ദിനവൃത്താന്തം 4:10. വചനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കിട്ടുമ്പോൾ നമ്മൾ വചനം എടുത്ത് പഠിക്കണം. വചനം വായിച്ച് വായിച്ച് ഒരു അഭിഷേകം പ്രാപിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ വചനം പഠിക്കാന്ന് പറഞ്ഞാൽ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് എനിക്കൊന്നും വചനത്തിൻ്റെ കൊട്ടേഷനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊന്നും അറിയില്ല. കൊട്ടേഷനൊക്കെ കുറച്ചൊക്കെ അറിയുള്ളായിരുന്നു. പിന്നീടാണ് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞത്, ഫ്രാങ്കോ സാറിന് എത്ര വയസ്സായി എന്ന്. എനിക്ക് എത്ര വയസ്സായി എന്ന് അന്ന്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് 50 വയസ്സായി. 50 ഇന്നല്ല കേട്ടാ. ഇന്ന് എനിക്ക് എത്ര വയസ്സായി എന്നറിയോ? ഇന്ന് 67 വയസ്സ്. അപ്പം അന്ന് 50 വയസ്സായി. അച്ഛൻ ചോദിച്ചു, 50 വയസ്സായ ഫ്രാങ്കോ സാറിന് 50 വചനം കൊട്ടേഷൻ സഹിതം പറയാൻ അറിയുമോ എന്ന് ചോദിച്ചു. കേട്ടോ കേട്ടോ 50 വചനം കൊട്ടേഷനാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല, കൊട്ടേഷൻ സഹിതം. നമുക്കറിയാവുന്നതൊരു കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. ആകാശത്തിന് രക്ഷിക്ക് വേണ്ടി അങ്ങനെ ഒരു 10-15 വചനമൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി നമുക്കൊക്കെ പറയായിരുന്നു. വചനമൊക്കെ വായിക്കായിരുന്നു. നമുക്ക് കൊട്ടേഷൻ ഒന്നും അറിയില്ല. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛാ ഈ കൊച്ചുനാളിലൊക്കെ നമ്മളെങ്ങനെയോ വചനം പഠിക്കുന്നത്. അപ്പം അച്ഛൻ ഒരു 45 വചനം ലെസ് ചെയ്തു. പോട്ടെ, 5 വയസ്സ് 45 വചനം അറിയുമോ? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മെമ്മറി കാർഡൊന്നും ശരിയല്ല അച്ഛാന്ന് പറഞ്ഞു. നമ്മളങ്ങനെയല്ലേ പറയാം, പ്രായമായില്ല അച്ഛതൊന്നും കയറില്ല എന്ന് പറഞ്ഞു. അച്ഛനെന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു, ഫ്രാങ്കോ സാറിൻ്റെ മൊബൈൽ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് വേറെ വിഷയത്തൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു 9447620965. വീട്ടിലെ നമ്പറാ 223181. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. മെമ്മറി കാർഡ് പോയി ഇത് കിട്ടുമോ? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ അതൊക്കെ ഫോൺ നമ്പറൊക്കെ നമ്മളെപ്പോഴും പറയണതല്ലേ. അപ്പം അച്ഛൻ ചോദിച്ചു, എന്നാ ഫോണിൻ്റെ പതിനെ എപ്പോഴും പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞ് ഞാൻ അച്ഛന് കുറച്ച് പേരൊക്കെ ഇട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യം തോന്നിയത്. അച്ഛൻ ഇത്രയേ ഉള്ളൂ, നമുക്ക് 50 വയസ്സുണ്ട്, കൊച്ചുകുട്ടിയാണ്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, അച്ഛൻ 4-ാം പ്രമാണം ലംഘിച്ചു എന്ന്. എന്താ 4-ാം പ്രമാണം? മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാനൊരു അപ്പനാണ്, അപ്പം എന്നെ ബഹുമാനിക്കണ്ടേ? സ്വന്തം അപ്പനമ്മേനെ മാത്രം ബഹുമാനിച്ചാൽ മതിയാ? അപ്പൻ വചനം പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം എല്ലാ മാതാപിതാക്കളെയും നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞ് സത്യം പറയണെങ്കിൽ എൻ്റെ വൈഫോടെ വന്നിരിക്കുന്നുണ്ട്. എനിക്ക് ദേഷ്യമൊക്കെ വന്നു, അച്ഛനെ അങ്ങോട്ട് തോൽപ്പിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിന്ന് രാത്രി എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛനോട് ഭയങ്കര ദേഷ്യം വന്നു. പബ്ലിക്കിന് മുമ്പിൽ കുറച്ചാളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ രാത്രി പെട്ടെന്ന് എനിക്കൊരു ഭൂതോധം ഉണ്ടായി. രാവിലെ എനിക്ക് വചനം പഠിക്കണം. എന്തിനാണെന്നറിയോ? 50 വചനം പഠിച്ചിട്ട് ഈ അച്ഛൻ്റെ മുമ്പിൽ പോയി നിന്ന് കോളർ പൊക്കിയിട്ട് കൊട്ടേഷൻ സഹിതം 50 വചനം പറയണം. വാശിയായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ബൈബിൾ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ബൈബിള്, നോട്ട്ബുക്ക്, പേന. ഇത് ഇനി എടുത്ത് ഞാൻ അവിടുന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് വചനം പഠിക്കണം. അപ്പം കർത്താവിനറിയാൻ ഞാൻ എന്തിനാ വചനം പഠിക്കണേന്ന്. എന്തിനാ? അവൻ്റെ അഭിഷക്തനെ ചോദ്യം ചെയ്യാനാണ്, അവൻ്റെ മുമ്പിൽ ആളാവാനാണ്. പക്ഷെ കർത്താവ് ഒരു സൂത്രകാരനാണ്, നമുക്കറിയാലോ. കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്ക് രോഗം വരുമ്പോൾ, സാമ്പത്തിക തകർച്ച വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ആരുടെ അടുത്തേക്ക് പോവാ? കർത്താവിൻ്റെ അടുത്തേക്ക്. ഇപ്പം ഞാനിപ്പോൾ ഇതെന്തിനാ? വചനം പഠിക്കാൻ. നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ അങ്ങനെ ഇരുന്ന് വചനപുസ്തകം തുറന്ന ആദ്യത്തെ ദിവസം എനിക്ക് കിട്ടിയ വചനം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ഉറക്കെ പറയും ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ വചനാണ് ലൂക്ക 24:45. ഞാൻ നോട്ട്ബുക്ക് തുറന്ന് ഇങ്ങനെ ബൈബിൾ നിർത്തിയപ്പോൾ കിട്ടിയതാണ് ലൂക്ക 24:45. ഞാൻ നോട്ട്ബുക്കിൽ വേഗം എഴുതി ലൂക്ക 24:45. എന്താണ്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ തുറന്നു. ഹല്ലേലൂയ. ബൈബിൾ തുറന്ന് കിട്ടിയ ലൂക്ക
45-ന് 24 24-45 ആ ആ ആ ഒന്ന് ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് വായിച്ച് ഒരാൾ വായിച്ച് ജോസഫിൻ്റെ മൈക്കുണ്ട ആ ജോസഫിനെ വായിച്ചു തരും. നമുക്ക് ആ വചനം പഠിക്കാം. ഓക്കെ, വായിക്കാം ഓർക്കാം. ലൂക്ക 24:45. ആ പറയും. ഈ ലൂക്ക ഇതെന്തിനാ പറയണത്? ഹൃദയത്തിന്റെ ഭിത്തികളിൽ വരാൻ വേണ്ടിയിട്ടാണ്. 24:45 എന്താണ് വചനം? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ആരുടെ മനസ്സാ? എമ്മാവൂസിലേക്ക് പോയിരുന്ന ശിഷ്യന്മാരെ കാര്യം പറയണത്. അവരുടെ മനസ്സ് ആര് തുറന്നു? ഈശോ തുറന്നു കൊടുത്തു. അപ്പൊ അവർക്ക് വചനം മനസ്സിലായി, ഈശോനെ തിരിച്ചറിയുന്നു. അപ്പൊ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഈശോയെ നമുക്ക് വ്യക്തതയോടുകൂടി കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി 24:45 വിശുദ്ധ ലിഖിതങ്ങളിലേക്ക് അങ്ങനെ പഠിച്ച് കുട്ടികൾ ഇമ്പോസിഷൻ എഴുതുന്നവരെ എഴുതി. ലൂക്ക 2:4-4-5 2:4-4-5 24:45 2:4-4-5 എന്ന് എഴുതി കുട്ടികൾ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചു. 1-ാം ദിവസം അവരൊരു വചനം കിട്ടി. ഇനി എത്ര വചനം വേണം? 49 വചനം. പിറ്റേ അന്ന് സന്ധ്യയായി, പ്രഭാതമായി. ഞാൻ ബൈബിൾ എടുത്തു, നോട്ട്ബുക്ക് എടുത്തു, പേൻ എടുത്ത് ചെന്നു. കർത്താവേ വചനം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് പ്രഭാഷകന്റെ പുസ്തകം. നിങ്ങളത് പഠിച്ചു വെച്ചോളാം. പ്രഭാഷകൻ 32:14. മറക്കണ്ട നിങ്ങൾ. 32:14 പ്രഭാഷകൻ കിട്ടിയ. പ്രഭാഷകൻ 32:14 രണ്ടാമത്തെ അതിലെ 14 2 വചനമുണ്ട്. നമുക്ക് 2 വചനവും വായിക്കാം. പ്രഭാഷകൻ 32. നിങ്ങളിത് പഠിച്ചോ? ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ. 32:14 കിട്ടിയ എല്ലാവർക്കും വചനം കിട്ടിയ? കിട്ടാത്തവര് സഹായിച്ചു കൊടുക്കുക. പ്രഭാഷകൻ പഴയ നിയമത്തില് കിട്ടിയില്ലേ? 1004 പേജ്. എത്രയാ? 1004 പേജ്. ഓക്കെ, ആ വായിക്കേ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. അടുത്ത വചനം. പ്രഭാതത്തിൽ നിർത്ത്. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും, വീട് കിട്ടും. അങ്ങനെയാണോ? കൃപ ലഭിക്കും. അവിടെ എന്തിരിക്കുന്നത്? രോഗം മാറുന്നാണോ? കൃപ കിട്ടും. എന്ത് കിട്ടും? കൃപ കിട്ടും. കൃപ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അഭിഷേകം കിട്ടും. എപ്പോ കിട്ടും? പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ഹല്ലേലൂയ. അപ്പൊ നിനക്ക് കൃപ കിട്ടണമെങ്കിൽ നീ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 2-ാം ദിവസമായി. അത് നോട്ട്ബുക്കിലെടുത്ത് 32:14 3-2-1-4 കർത്താവിന് കൃപ ലഭിക്കും. അങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുന്ന രീതിയിൽ എഴുതി അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. സന്തോഷമായി. ഇനി 48 വചനം കിട്ടണം. അങ്ങേരെ മുമ്പിൽ പോയിട്ടൊന്ന് കോളർ പൊക്കി നല്ല ഡയലോഗ് അടിക്കാൻ. 3-ാം ദിവസമായി, സന്ധ്യയായി, പ്രഭാതമായി. 3-ാം ദിവസം എടുത്തു. ബൈബിൾ എടുത്തിട്ട് കർത്താവ് ചിരിക്കണം. നീണ്ടു വാ. കർത്താവിന് മുമ്പിൽ ചെന്നിരുന്നപ്പോൾ കർത്താവ് ഒരു വചനം തന്നു. 39. പ്രഭാഷകൻ 39:5 നോക്കിയ. 39:5 എന്താണ്? കിട്ടിയാ? എല്ലാവർക്കും കിട്ടിയാ? പ്രഭാഷകൻ 39:5 സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ. ആ വാക്കൊന്നുകൂടി പറഞ്ഞ്. എങ്ങനെയാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നത്? അടിച്ചിട്ട് എഴുന്നേൽക്കുന്നതാണോ? അല്ല, അവൻ താല്പര്യപൂർവം എഴുന്നേൽക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഭാതത്തിൽ അവൻ എന്തിനാ എഴുന്നേറ്റത്? എന്തിനാണ്? സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ
അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. ഹല്ലേലൂയ. എത്രാമത്തെ വചനാണ് പ്രഭാഷകൻ? 39:5. അങ്ങനെ അന്ന് എഴുതി പിടിച്ചു 39:5 എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി പിടിച്ചു നോട്ട്ബുക്കിൽ. അപ്പോൾ എനിക്ക് സന്തോഷമായി. 3 വചനം കിട്ടി. ഈ ഞാൻ അച്ഛനോട് നിൽക്കുവാണെങ്കിൽ എത്ര വചനം വേണം? അങ്ങനെ മനസ്സിൽ കരുതി പിറ്റേ ദിവസം പ്രഭാതമായി ആവേശമായി. കാരണം നല്ല രസമായി. ഇങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി, ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വയസ്സുകാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ കളിയൊക്കെ പാടച്ച മരുന്നൊക്കെ. ഞാനിങ്ങനെ ബൈബിൾ എടുത്ത് നിർത്തി. പറയണവരെ 4-ാം ദിവസം കർത്താവിൻ്റെ അത്ഭുത വചനമായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനം. ബൈബിൾ നിവർത്തട്ടെ, പഠിക്ക്. ജ്ഞാനം പഴയ നിയമത്തിൽ ജ്ഞാനം 6 ജ്ഞാനം 6 കിട്ടിയാ? ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം കിട്ടിയാ? പേജ് പറഞ്ഞു കൊടുക്ക്. 948 പഴയ ആ മറ്റേ ഇങ്ങനെ വലിയ ബുക്കിൽ. കിട്ടിയാ? 6:14 എന്താണ് പറയണത്? അവിടെ എന്താ പറയണത്? നമ്മൾ കേട്ട എല്ലാ വചനങ്ങളും എപ്പോഴാണ് ഉണരേണ്ടത്? പ്രഭാതത്തിൽ ഉണർന്ന്. ആരെ തേടുന്ന? കെട്ടിയോളെ തേടുന്ന? അവളെ ഇല്ലാട്ടാ. നിങ്ങൾ ഞാൻ അയൽവാക്കാര് തേടിയിട്ടൊന്നും പോരുത്. അവളെ തേടുന്നവർ അവളെ തേടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ തേടുന്നവർ. ഓക്കെ. പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അടുത്ത വചനം. അവൾ വാതിൽക്കൽ എങ്ങനെയാ നിൽക്കണത്? അവൻ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. നീ ഒന്ന് തുറന്നാ മതി പ്രഭാതത്തിൽ എഴുന്നേറ്റ്. അവൻ നിന്റെ അരികിലേക്ക് അവളെന്ന് പറഞ്ഞ ജ്ഞാനം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതി ജ്ഞാനം 6:14 6:14 അങ്ങനെ വചനം പഠിച്ചത്. 6:14 എന്താണ്? പ്രബോധത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ. അങ്ങനെ 4-ാം ദിവസം കഴിഞ്ഞു, 5-ാം ദിവസം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, 6-ാം ദിവസം ഞാൻ പെട്ടെന്ന് തീർക്കുക. 6-ാം ദിവസം എൻ്റെ ജീവിതത്തിലെ എൻ്റെ വിഷനുകളൊക്കെ മാറി. ഞാൻ എന്തിനാണ് വചനം പഠിക്കുന്നതെന്നും ഞാൻ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിചാരം എനിക്ക് കിട്ടിയത് 6-ാം ദിവസം. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് 6-ാം ദിവസത്തിലെ കർത്താവ് പറഞ്ഞൊരു വചനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമത്തെ ദിവസം ലൂക്ക 1:45. ഞാനത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് നമുക്ക് 6-ാം ദിവസം എടുക്കാൻ. കാരണം സമയം എടുക്കും. 6-ാം ദിവസമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ വന്നിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നു. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. അവിടെ കിട്ടിയ വചനമാണ് 16 ജ്ഞാനത്തിൻ്റെ പുസ്തകം. അതേ പുസ്തകത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം. കിട്ടിയാ? ടീച്ചർക്കറിയാം. 27-ഉം 28-ഉം എന്താണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകം. പേജ് നമ്പർ പറഞ്ഞു കൊടുക്കുക. നമ്മൾ നേരത്തെ 6 എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജ്ഞാനം 16-ന്റെ 27-ഉം 20. ഇതൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് എല്ലാവരും വായിക്കണുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുത്തോ നിങ്ങൾക്ക്? മടുത്തെങ്കിലും സാരില്ല, ഞാൻ കുറച്ച് നേരം കൂടിയുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകൊക്കെ എവിടെ? ചുറ്റിയൊന്ന് വായിക്കി. ആ ജ്ഞാനത്തിന്റെ പുസ്തകം 16-ന്റെ 27 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. 28 ഇത് വായിക്കേ എല്ലാവരും വായിക്കേ. ഇത് മനുഷ്യൻ വായിക്കേ. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യപ്പെടുത്തി തന്നു.
അച്ഛനെ തോൽപ്പിക്കലെല്ലാം, അതിനല്ല നിന്നെ ഞാൻ വിളിച്ച വചനം പഠിപ്പിച്ചത്. നിന്റെ ജീവിതത്തിലെ നീ ആരുമായി ബന്ധപ്പെടുന്നവോ അവരോട് ദൈവത്തിൻ്റെ വലിയ സ്നേഹം പ്രഘോഷിക്കുവാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വെടിഞ്ഞ് ഇന്ന് എന്ത് ചെയ്യണം? സൂര്യോദയത്തിന് മുമ്പ് പുലർക്കാല വിളിച്ചതിൽ അവിടത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ 27-ാമത്തെ വചനം നോക്കി, 27. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. എന്താണ്? നിന്റെ ജീവിതത്തിലെ മാറ്റപ്പെടാതെ, മറിയപ്പെടാതെ, നീക്കപ്പെടാതെ ഏതെങ്കിലും ബന്ധനങ്ങളോ, ബന്ധനം എന്ന് വെച്ചാൽ പിശാചിനില്ല, ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ അരുണോദയത്തിൽ ഉണർന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അത് ഉരുകിപ്പോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അരുണോദയത്തിൽ ഉണർന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ അഗ്നിയിൽ നശിക്കാത്തത് എന്തെങ്കിലും ഉണ്ട്? അഗ്നിയിൽ നശിക്കാത്തത്, തീയിൽ കെടാത്ത, തീയിൽ ഉരുകാത്ത ഒന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യം പോലും, തീയിൽ പോലും പെട്ടിട്ട് അത് ഉരുകിയില്ല എങ്കിൽ നീ അരുണോദയത്തിൽ എഴുന്നേറ്റ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉരുകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് നിങ്ങൾ 28-ാമത്തെ വചനം വായിച്ചേ. ഇത് വായിക്കേ. ഇത് മനുഷ്യൻ എവിടെയാ, എപ്പോഴാ ഉണരേണ്ടത്? ബൈബിളിൽ ഒരു അണ്ടർലൈൻ ചെയ്യ, എപ്പോഴാ ഉണരേണ്ടത്? സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന്. എപ്പോഴുണരണം? സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന്. പിന്നെ പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. എന്നെ ശ്രവിക്കുന്ന എൻ്റെ ക്രിസ്ത്യാനികളെ, നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? സൂര്യൻ മൂട്ടിലുദിക്കുമ്പോഴാണോ? ആണോ? നമ്മുടെ കാരണന്മാരെയൊക്കെ പുലർക്കാലത്തിൽ പ്രാർത്ഥിച്ചത് അവർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടൊന്നുമല്ല. ഞാനിപ്പോൾ ഓർക്കുക ഇതൊക്കെ വായിക്കുമ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് രാവിലെ പുലർക്കാല വെളിച്ചത്തിൽ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാപ്പ, വിശുദ്ധ മാർപ്പാപ്പ പറയണില്ല, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ രാത്രിയിൽ പുലർക്കാലത്തിൽ എഴുന്നേറ്റപ്പോൾ തൻ്റെ അപ്പൻ മുട്ടുമ്പോൾ നിന്നുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാറ്റിമറിച്ച സംഭവമായിരുന്നു. അതേ നോക്കുമ്പോൾ അപ്പൻ ഒരു 3 മണി 4 മണി സമയത്ത് ജപമാല ചൊല്ലി മുട്ടുമ്പോൾ നിന്ന് കൈവിരിച്ച് നിന്ന് ജപമാല ചെല്ലുന്ന അവൻ കാണുന്നത്. അവിടെ നിന്നാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ, അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ വചനം പറയാണ്, നീ പുലർക്കാല വെളിച്ചത്തിൽ, സൂര്യോദയത്തിന് മുമ്പ് പുലർക്കാല വെളിച്ചത്തിൽ നിന്റെ സൃഷ്ടാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ അഴിയാത്ത കെട്ടുകൾ അഴിയും. ഹല്ലേലൂയാ. പൊട്ടാത്ത കെട്ടുകൾ പൊട്ടും. ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനം വായിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഞാൻ ആ വചനം വായിച്ചിട്ട് നേരെ പോയി അന്നൊരു ടൈം പീസ് വാങ്ങിച്ചു. ആ ടൈം പീസിൽ എപ്പോഴാണ് വയ്ക്കുക? സൂര്യോദയത്തിന് മുമ്പ് ഉണരണം, പുലർക്കാല വെളിച്ചത്തിൽ പ്രാർത്ഥിക്കണം. ആ ടൈം പീസിൽ ഞാൻ അന്ന് എനിക്ക് കിട്ടിയ ബോധ്യം അനുസരിച്ചിട്ട് 4:15 ടൈം പീസ് അടിക്കും. 4:15 എഴുന്നേൽക്കും, വചനപുസ്തകം എടുക്കും. ഞാൻ പല്ലൊക്കെ തേച്ച് വചനപുസ്തകം എടുക്കും. അന്ന് ഞാൻ ഇവിടെ പോയി ഒരു ചായ ഉണ്ടാക്കി കുടിച്ച് വചന ടേബിളിൽ ഇരുന്ന് ഈ വചനം ഇരുന്ന് വായിക്കും. പുലർക്കാല വെളിച്ചത്തിൽ സൂര്യോദയത്തിന് മുമ്പുണർന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യണം. ഇതൊരു വചനത്തിൻ്റെ അഭിഷേകമായി മാറി. എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ അനുഭവിക്കുന്നത് ഈ പുലർക്കാല വെളിച്ചത്തിലാണ്. അതിൻ്റെ ഇപ്പോൾ പ്രായത്തിൻ്റെ 4:15, ഇന്നലെ 4:30 എൻ്റെ ടൈം പീസ്. എൻ്റെ ടൈം പീസൊക്കെ പൊട്ടിപ്പോയി. ടൈം പീസ് മാറിയിട്ട് ഞാൻ മൊബൈലിലാണ് സമയം വയ്ക്കുന്നത്. 4:15 4:30 അടിക്കുമ്പോൾ എൻ്റെ ടൈം പീസ് അടിക്കും, എൻ്റെ മൊബൈൽ അടിക്കും. ചാടി എഴുന്നേൽക്കും. രാത്രി ചിലപ്പോൾ 12 മണിക്കാവും അല്ലെങ്കിൽ 1 മണിക്കാവും കിടന്നാലും അവൻ 4:15 ആകുമ്പോൾ എൻ്റെ മൊബൈൽ അടിക്കും. ചാടി എഴുന്നേറ്റ് പല്ല് തേച്ചിരിക്കും. അവിടെ ഇരുന്നാൽ നമ്മൾ ഉറങ്ങും. ചാടി എഴുന്നേറ്റിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ച് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തെ കണ്ണുമടച്ച് വിശ്വസിച്ച് അവനെ കൈകളിൽ എടുത്തു പിടിച്ചപ്പോൾ അവൻ നമ്മെ കൊണ്ടു നടക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് പ്രിയമുള്ളവരെ, നിങ്ങളാരും, ഞാനും നിങ്ങളും, നമ്മുടെ വീട്ടുകാരായാലും കൂട്ടുകാരായാലും പറയണം, ദൈവത്തിൻ്റെ വചനം ഇന്നും ജീവിക്കുന്ന വചനമാണ്. റോമ 9:6 ഒന്ന് പഠിച്ചോളൂ. റോമ 9:6 എന്താണ്? റോമക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ് ലീഗ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ ഗ്യാരണ്ടി അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പറയുന്ന ഗ്യാരണ്ടി അല്ല. ആ ഗ്യാരണ്ടി എന്താണെന്നറിയോ? അവനൊരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതാണ് വചനത്തിന്റെ ശക്തി. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നീ അതിൽ കണ്ണുമടച്ച് വിശ്വസിച്ചോ, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. നമുക്ക് പറ്റിയത് എന്താണെന്നറിയോ? മർക്കോസിന്റെ സുവിശേഷം 12:24 എന്താണ്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റി. നമുക്ക് വരുന്ന തെറ്റെന്താണ്? ദൈവത്തിന്റെ ശക്തി അറിയില്ല, ദൈവത്തിന്റെ വചനവും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി തെറ്റ് വരികയാണ്. മർക്കോസ് 12:24. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ പ്രിയമുള്ളവർ, നമ്മൾ വചനത്തിൽ വിശ്വസിച്ച് വചനം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വചനമാക്കി മാറ്റും. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചന പുസ്തകം എടുക്കുന്നതേ, അതിന് ഞാനിവിടെ എല്ലാവരും വചനം എടുക്കാൻ പറഞ്ഞു. വചന പുസ്തകം എടുത്ത് അതിന് എല്ലാവരും ഒരു ബൈബിൾ സ്വന്തമാക്കണം. വീട്ടിൽ നമുക്ക് ഡ്രസ്സ് ഉണ്ട്, 1500 സാരി ഉണ്ട്, ഉടുപ്പുണ്ട്, ഷർട്ടുണ്ട്, മുണ്ടുണ്ട്. സ്വന്തമായിട്ടൊരു ബൈബിൾ എടുത്തിട്ട് ആ ബൈബിളിൽ കുത്തിക്കുറിക്കുക, മീൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് അണ്ടർലൈൻ ചെയ്ത്. എൻ്റെ ഈ ബൈബിൾ നോക്കിയാൽ ഇനി അണ്ടർലൈൻ ചെയ്യാൻ പേജില്ല. എവിടെയെങ്കിലും ഒരു വചനം കേട്ട് അപ്പം ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. ഈ ദിവസങ്ങളിൽ കുറേ വചനങ്ങൾ കിട്ടി. ഒക്കെ ഞാൻ ഒരു നോട്ട്ബുക്ക് കൊണ്ട് ഇതിൻ്റെ അകത്ത് അത്യാവശ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതിക്കണമെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിന് വേണ്ടി ഞാൻ പ്രാധാന്യം കൊടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കണം. ക്ഷീണായ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ ചാടി എഴുന്നേൽക്കല. 15 മിനിറ്റ് കൂടി എടുക്കുള്ളൂ. ചാടി എഴുന്നേൽക്കണം. ചാടി എന്ന് ഒന്ന് വിളിച്ചാൽ ഒന്ന് വിളിച്ചാൽ പാട്ടറിയില്ലേ? ഒന്ന് വിളിച്ചാൽ ഉറക്ക പാട്. എല്ലാവരും പാട്. ഉറക്കം വരുന്നവരൊക്കെ പാട്. ഒന്നു കാലവനന്റെ മനം എല്ലാവരും വായ തുറന്ന് പാടട്ടെ. ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ച വചനങ്ങളാണ്. യെശയ്യാ 55:10. ഞാൻ ആ വചനം പറയാനുള്ളൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. അതും കൂടി നമുക്ക് പറഞ്ഞത് വിശുദ്ധ കുർബാനയ്ക്കാണ്. ഹല്ലേലൂയ. യെശയ്യാ 55:10 ഉറക്ക വായിക്കാം ഒരാൾക്ക്. യെശയ്യാ 55:10 കിട്ടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. എത്രാമത്തെ പേജാണ്? യെശയ്യാ ഉറക്ക പറയും. മഴയും മഞ്ഞും എവിടെ നിന്ന് വരുന്നു? ആകാശത്ത് നിന്ന് വരുന്നു. അങ്ങോട്ട്, ശരിക്കും ഓരോ വചനം തെറ്റാന്ന് പറയും. അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്താണ്?
മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു. അത് ഫലരഹിതമായി പോയില്ല, അത് ഫലം ചൂടുന്നു, അത് ഭക്ഷണമായി മാറ്റപ്പെടുന്നു. ഓക്കെ, അത് ഫലങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ വരുന്ന അത് ഫലം ചൂടുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനം, അടുത്ത വചനം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ. എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? അങ്ങനെ തന്നെ അല്ലേ? എൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കും അങ്ങനെ തന്നെ. എങ്ങനെ? അങ്ങനെ തന്നെ. എങ്ങനെയാണ്? അത് ഫലരഹിതമായി തിരിച്ചു പോവുകയില്ല. എന്നിട്ട് അടുത്ത വചനം, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മതി, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കും ഫലരഹിതമായി പോവില്ല. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന അധികം മാതാപിതാക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ മക്കള്, നമ്മുടെ മരുമക്കള്, നമ്മുടെ അയൽവാസികള്, നമ്മുടെ ചേട്ടന്മാര്, കാരണന്മാര്, ഇവരൊക്കെ നമ്മോട് ചിലപ്പോൾ ഒരു പക്ഷേ എതിർപ്പുള്ളവരാകാം. നമ്മുടെ പ്രാർത്ഥനാ ശൈലിയോട് എതിർപ്പുള്ളവരാകാം. ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഈ അപ്പന് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറയും. നമ്മളൊരു പക്ഷെ അവർ വിമർശിക്കും. ചില പ്രാർത്ഥനാ രീതികൾ അവരോട് നമ്മൾ പറയും ഇങ്ങനെയല്ല, അത് അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അവരനുസരിക്കില്ല, അവരവരുടെ ജീവിത രീതി കൂടെ കടന്നു പോകും. പ്രേമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെ പോകുന്നവരെ പോയി ചാവട്ടെ, അങ്ങനെയല്ല പറയുന്നത്. നീ എന്ത് ചെയ്യണം? മാതാപിതാക്കള്, നിങ്ങൾ അവരോട് എന്ത് പറയണം? ദൈവത്തിൻ്റെ വചനം അവരോട് പറയണം. അപ്പോ അവരുടെ ജീവിതത്തിലെ അവരുടെ ഈ പറഞ്ഞ വചനം അവരുടെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചു കഴിഞ്ഞ് അതിന് അനുകൂലമായ ഒരു കാലാവസ്ഥ വരുമ്പോൾ ആ ഫലം ചൂടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ വചനങ്ങളും നിങ്ങൾക്കറിയില്ല, കേട്ടിട്ട് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ വചനങ്ങളല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച വചനങ്ങളല്ല, ആരോ പറഞ്ഞു വെച്ച വചനങ്ങളല്ല, ഒരു കെട്ടുകഥയല്ല, ആർക്കോ വേണ്ടി എഴുതിയതുമല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കർത്താവിൻ്റെ വചനമാണ്. ആ വചനം നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഫലം ചൂടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നീ മുഖം തിരിച്ചാലും, ഇന്ന് നീ മാനിക്കാതിരുന്നാലും, അത് നിന്റെ ജീവിതത്തിലെ ഫലം ചൂടും. അതുകൊണ്ട് എൻ്റെ പ്രിയ മാതാപിതാക്കളെ, എന്നെ ശ്രമിക്കുന്നവരെ, നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. പിള്ളേർ പറയും തന്തയ്ക്ക് വേറെ പണിയില്ല, വചനം പറയണം. അവിടെ ആത്മാവിനെ അത് സ്പർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയതല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനം എന്തുമാത്രം ബഹുമാനിക്കുന്നുവോ, എന്തുമാത്രം ആദരിക്കുന്നുവോ, അതെൻ്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതകരമായി നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ മാത്രം എടുത്തേ, 32 നിയമാവർത്തനം 32ന്റെ 46ാമത്തെ വചനം ഒരാളെടുത്താണ്ട് നിങ്ങൾ എഴുതി വെച്ചോ. 32ന്റെ 46ഉം 47 ഒന്ന് വായിച്ചോ. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ. നിർത്ത്. എന്താ? ആരോട്? നിങ്ങളുടെ മക്കളോട് പറയാനല്ല പറഞ്ഞത്. അവിടെ എങ്ങനെയാണ്? ആജ്ഞാപിക്കുന്നതിന് വേണ്ടി. അവ ഹൃദയത്തിൽ. ആരുടെ ഹൃദയത്തിലാണ്? പറയുന്നവന്റെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. എന്നിട്ട് വേണം മകനോട്, മകളോട്, അയൽവാസിയോട്, അപ്പനോട്, അമ്മയോട് വചനം പറയാൻ. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് അത് നീ സംഗ്രഹിച്ചിട്ട് വേണം, ആജ്ഞാപിച്ചിട്ട് വേണം മക്കളോട് പറയാൻ. ഇനിയുള്ള വചനം അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എന്താണ്? എന്തെന്നാൽ
ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. ഹല്ലേലൂയ. ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ, ഒന്ന് പറഞ്ഞേ നിങ്ങളെ ഹൃദയം പൊട്ടിയിട്ട്, ഇത് നിസ്സാര കാര്യമല്ല. ഏത്? ഈ വചനങ്ങൾ ഒന്നും നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. ഓരോ ക്രൈസ്തവന്റെ ഉള്ളിൽ ഇത് നിറയണം. കരിസ്മാറ്റിക്കാരുടെ ഉള്ളിലല്ല, ഓരോരുത്തരുടെ ഉള്ളില് ഇതറിയണം. ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. ജീവനാണ് വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായി. ശരീരത്തിലെ രോഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൂക്കിലൊരു പോളിപ്പ് വന്നു. പോളിപ്പ് എന്ന ദശ കേട്ടില്ല, ദശ. മൂക്കിലൊരു പോളിപ്പ് വന്നു. പോളിപ്പ് വന്നു കഴിഞ്ഞിട്ട് ഞാനത് തൃശ്ശൂരും പാലക്കാടൊക്കെ പല ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു, അത് എടുത്തു കളയണം, എൻ്റെ കോൾഡൊക്കെ അടിച്ച് എനിക്ക് ശബ്ദമില്ലാണ്ടായി, മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കുക. ഇപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി, അത് എടുത്തു കളയാൻ മതി. ഞാൻ അങ്ങനെ എടുത്തു കളയാൻ തൃശ്ശൂരൊക്കെ അന്വേഷിച്ച് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതിൽ സർജറി ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി ഒരു ENT ഡോക്ടറെ കണ്ട് ഞാൻ സർജറി ചെയ്തു. സർജറി ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് എന്ത് കിട്ടിയെന്നറിയാം? മൂക്കിലെ പോളിപ്പ് പോയി. പക്ഷെ എൻ്റെ കണ്ണ് ഡബിൾ വിഷനാണ്. ഇപ്പോഴും ഡബിൾ വിഷനാണ്. എനിക്ക് ഇവിടെ ഇങ്ങോട്ട് കാണാം, എനിക്ക് നിങ്ങളെയും കാണാം. നിങ്ങൾ രണ്ടാളും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും എനിക്ക് നേരെ നിന്ന് ഇവിടുള്ള ആളെയും കാണാം, ഇവിടുള്ള ആളെയും കാണാം. അപ്പം ഡബിൾ വിഷനായി. മലയാളത്തിൽ എന്തായി? എൻ്റെ കണ്ണ് കോങ്കണ്ണ് പോലെ, ഈ കണ്ണിൻ്റെ കൃഷ്ണമണി നീങ്ങാതെയായി. അപ്പം എനിക്ക് ഇങ്ങനെ നോക്കി ഇനി ഇവിടെ നിൽക്കണം, ഏതൊരു സിനിമയിൽ വന്നിട്ട് ഇങ്ങോട്ട് നിൽക്കുമെന്ന് പറഞ്ഞ മാതിരി എനിക്ക് നിൽക്കണം, ആൾക്കാരെ കാണണമെങ്കിൽ. കാണില്ലെങ്കിൽ ബുദ്ധിമുട്ടായി. ഞാൻ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ടു. ഞാൻ പല ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി നോക്കിയിട്ടൊന്നും ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കണ്ണ് അങ്ങനെ തന്നെയാണ്. വാഹനം ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ കാറൊക്കെ ഓടിച്ചിട്ട് നിന്ന് വന്ന് കാർ ഓടിക്കുമ്പോൾ നേരെ നോക്കി 2 കാറ് വരുന്ന കാണാം. ഏത് വഴിക്കാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, കൽപ്പം ചെരിഞ്ഞ് കാക്കകളൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കുറച്ച് ചെരിഞ്ഞിരുന്നാൽ കാണാൻ പറ്റും വണ്ടിയായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ബ്രദറിന് കാർ ഓടിക്കാണ്ട് ഇരുന്നുകൂടെ? പക്ഷെ അത്യാവശ്യത്തിന് വരുമ്പോൾ ഡ്രൈവറെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചിട്ട് വിട്ടു. അങ്ങനെ ഞാനിരുന്ന് ഒരു ദിവസം പ്രിയമുള്ളവർ ഇങ്ങനെ 4-5 ദിവസം 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മാറിക്കോളും, പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ പോയി, എറണാകുളത്ത് ഗിരിധർ ഹോസ്പിറ്റലിൽ പോയി, അവിടെ അരവിന്ദ് ഹോസ്പിറ്റലിൽ കോയമ്പത്തൂർ പോയി. എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മാറുന്നു. പക്ഷേ അവരൊക്കെ മാറി, എൻ്റെ രോഗം മാറിയില്ല. എൻ്റെ രോഗം മാറിയില്ല. കണ്ണിപ്പോഴും എനിക്കതിൽ സങ്കടമൊന്നുമില്ല. ഇപ്പോഴും എൻ്റെ കണ്ണിന് കാഴ്ച കുറവില്ല, ഡബിൾ വിഷനാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കാം. ഞങ്ങളെ മക്കളും ഇവരും വൈഫൊക്കെ എല്ലാവരും ജോലിക്ക് പോയ സമയത്ത് ഒരു ദിവസം ഞാൻ ഈ സോഫാസ് ഇങ്ങനെ ഇരുന്നിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. എനിക്ക് സങ്കടമായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഞാനും മൂപ്പര് തമ്മിൽ ഭയങ്കര ഉടക്കായി. ആരായിട്ട്? കെറ്റോളായിട്ടല്ല, തമ്പുരാനായിട്ട്. ഞാൻ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു. എൻ്റെ കണ്ണിലെ എൻ്റെ പോളിപ്പെടുത്ത് കളഞ്ഞ എൻ്റെ കണ്ണ് ഇങ്ങനെ ഡബിൾ വിഷൻ വരുത്തുന്നത് തടയാൻ പറ്റാത്ത ഒരു ദൈവം, എന്തു ദൈവ? ഞാൻ ചോദിച്ചു 31 വർഷം, അന്ന് ഞാൻ അത്ര 10 വർഷം മുമ്പ് 11 വർഷം മുമ്പ് ഞാൻ ഇത്രയും വർഷം ഞാൻ പാലക്കാട് വന്നിട്ട് കാറ്റഗീസം കരിസ്മാറ്റിക്ക് ഒരു മിനിറ്റ് പോലും വീട്ടിലിരിക്കാൻ സമയമില്ലാണ്ട് നിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഓടി നടന്നിട്ട് എൻ്റെ ഒരു കണ്ണിന് അതിൻ്റെ ബുദ്ധിമുട്ട് തടയാൻ പറ്റാത്ത ദൈവമേ നീ ആരാ? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ദൈവം? എൻ്റെ പച്ചയായ മനുഷ്യൻ പുറത്തേക്ക് വന്നു. ഞാനും മൂപ്പര് തമ്മിൽ, മൂപ്പര് ഉദ്ദേശിക്കുന്നത് തമ്പുരാനായിട്ട് ചോട്ടാടി നടന്നു. കർത്താവ് നീ സമാധാനമായിട്ട് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, ഞാൻ ഇനി നിന്റെ ഒരു ശുശ്രൂഷയ്ക്കും ഒരു കരിസ്മാറ്റിക്കിനും കാറ്റഗിസം പഠിപ്പിക്കാനോ കാറ്റഗിസത്തിൻ്റെ റിസോഴ്സ് പേഴ്സണായി പോകാനോ ഞാനില്ല. ഞാൻ എൻ്റെ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളൊരു മൽപ്പിടുത്തത്തിൽ വിട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം 55:10 പറയുന്നില്ലേ, ഒരു വചനം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു വചനം എൻ്റെ മുമ്പിലേക്ക് വരിക. പ്രിയമുള്ളവരെ, അതൊരു അത്ഭുതമായിട്ട് ഞാൻ ഇന്ന് പറയാം. നമ്മൾ കേട്ടൊരു വചനം,
പക്ഷെ എനിക്കറിയില്ലായിരുന്നു ആ വചനം എവിടെയാന്ന്. പക്ഷെ പെട്ടെന്നൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചാടി വരിക. അതാണ് ഹൃദയത്തിന്റെ ഭിത്തികൾക്കുള്ളിലെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വചനം. അതിന്റെ സമയം വരുമ്പോൾ, കാലാവസ്ഥ വരുമ്പോൾ അത് ചാടി പുറത്തു വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പഠിച്ചിട്ട് ആരും നശിച്ചു പോയിട്ടില്ല പ്രിയമുള്ളവരെ. വചനം പഠിച്ചാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ നിൽക്കാൻ നിനക്ക് പറ്റും. അങ്ങനെ നിന്ന് ഈ വചനം, ഒരു വചനത്തിന് ഒരു പൊട്ടും പൊരുളൊക്കെ വന്നു. എനിക്ക് പിടികിട്ടണില്ല എവിടെയാണ്. ഒരു അഗ്നിയുണ്ട്, ഒരു അഗ്നി നിറച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആരോ എവിടെയോ പറഞ്ഞ ഒരു വചനം എൻ്റെ ഉള്ളിൽ നിറയാം. പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിന്നാൽ അവൻ പൊക്കുന്ന് പറഞ്ഞില്ലേ, അവനെ വചനം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജെറമിയ 9 അവിടെ എഴുതി വെച്ചിരിക്കുക. ജെറമിയ ബാലനായ ജെറമിയായെ ദൈവം വിളിച്ചു കൊണ്ടുപോയി, നിനക്കൊരു കുഴപ്പമില്ല, ഞാൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് 1-ാം അധ്യായത്തിൽ കൊണ്ടുപോയ ജെറമിയ പിന്നീട് 20-ാം അധ്യായത്തിൽ വരുമ്പോ സങ്കടപ്പെട്ടിരിക്കുക. ഞാൻ ഇനി നിനക്ക് വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്യില്ല എന്ന് പറയാ. ആ പാവത്തിന് അടി കിട്ടി, കിണറ്റിലെറിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കി, പ്രയാസങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ജെറമിയ, അന്ന് ഞാൻ ജെറമിയ പോലെ ആയിരുന്നു. പ്രേമയുടെ വചനം ഒന്ന് വായിക്കാം. 20-ാം അധ്യായം അവിടുന്ന് 1 മുതൽ, ഇനിമേൽ 5 മുതൽ വായിച്ചാൽ മതി. കിട്ടിയാ? 20-ാം അധ്യായം, 20-ാം അധ്യായം. നഗരത്തിലെ സർവ്വസമ്പത്തും. അല്ല, 20-ാം അധ്യായമാണോ വായിക്കണേ? 20-5. അല്ലല്ല, 20-5, 5-ാം വചനം. 9-ാമത്തെ വചനാണ് നമുക്ക് വേണ്ടത്. 9-ാം. അത് നമുക്ക് അതിന് മുമ്പത്തെ വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ. നഗരത്തിലെ സർവ്വസമ്പത്തും ആദായവും വിലപിടിപ്പുള്ള സകല വസ്തുക്കളും യൂദാ രാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും. ശത്രുക്കൾ അവ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും. 6, പാഷൂർ, നീയും നിന്റെ കുടുംബവും ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടും. ഒരു മിനിറ്റ്. എവിടെയാണ് നിങ്ങൾ വായിക്കുന്നത്? 7 വായിച്ച 7 മുതൽ. 7 മുതൽ ജെറമിയായുടെ പരാതി, അതാണ് ഹെഡിങ്. കർത്താവേ, അങ്ങനെ വഞ്ചിച്ചിരിക്കുന്നു, അങ്ങനെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി, അങ്ങേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു, ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി, എല്ലാവരും എന്നെ അപഹസിക്കുന്നു, വായ തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിന്റെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. 9-ന്റെ ആദ്യം കൂടി വായിക്കാം. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ മേൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജെറമിയയുടെ പേരിന്റെ അവിടെ എന്റെ പേര് വെച്ചോ, ഫ്രാങ്കോന്നോ നിങ്ങളുടെ പേര് വെച്ചു. തോട്ടടി. ജെറമിയയുടെ സങ്കടം കണ്ടോ? അവൻ ബാലനായിരുന്നു, അതിനെ വിളിച്ചു കൊണ്ടുപോയിട്ടാണ് ഈ അംഗമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അവന് ദേഷ്യം വരാണ്ടിരിക്കാം. അങ്ങനെ ജെറമിയയുടെ പരാതി തന്നെ ഹെഡിങ്. എന്നിട്ട് പറയാണ്, അങ്ങയുടെ വചനം, അവിടുത്തെ പറ്റി അങ്ങയുടെ വചനം എനിക്ക് നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായി. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അടുത്ത വചനം, അതാണ് അത്ഭുത വചനം. 9-ന്റെ 2-ാം ഭാഗം വായിക്കും. കിട്ടിയാ? എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എന്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ചു, ഞാൻ തളർന്നുപോയി, എനിക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ പ്രിയമുള്ളവരെ, ഒരു അഗ്നി
ദൈവത്തിന്റെ വചനം, ആത്മാവിന്റെ അഭിഷേകം. വചനം പറയാണ്, എന്റെ അസ്ഥികൾക്കുള്ളിൽ, ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എന്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ അഗ്നിയെ ഞാൻ അടക്കാൻ ശ്രമിച്ചു, തടയാൻ ശ്രമിച്ചു, മാറ്റിവെക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് സാധിച്ചില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അഗ്നി ഒരാളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും പതിച്ചാൽ, അതിന്റെ അനുകൂലമായ കാലാവസ്ഥ വരുമ്പോൾ തീർച്ചയായും ആ വചനം പുറത്തു വരും. ഹല്ലേലൂയ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടൊരു വചനമായിരുന്നു. പക്ഷെ അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ദൈവം തന്ന വചനാണ്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഈ അഗ്നി നിനക്കടക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ അഗ്നി എൻ്റെ ഉള്ളിൽ എനിക്ക് അടക്കാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. ഈ സാധനത്തിനുണ്ട്, ഈ സാധനത്തിൽ ഇതിനങ്ങോട്ട് കക്ഷത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. അന്ന് ഇറങ്ങിയതാ, തിരിഞ്ഞു നോക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അവന്റെ കൈകളിൽ ഞാൻ പിടിച്ചു പോയപ്പോ അവൻ പറഞ്ഞു, എന്താ പറയുന്നറിയോ, ഇനി നീ എന്റെ കൈ പിടിക്കണ്ട, ഇനി എന്റെ കൈ പിടിക്കണ്ട. നീ എന്റെ കൈ പിടിച്ചാൽ നിനക്ക് ചില സന്ദർഭങ്ങളൊക്കെ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ നീ എന്റെ കൈ വിട്ടു പോകും. അതുകൊണ്ട് ഞാൻ നിന്റെ കൈ പിടിക്കാം. ഹല്ലേലൂയ. എന്താ വ്യത്യാസം? ഞാൻ കൈ പിടിച്ചെന്താകും? ഞാൻ ഈ ജോസേട്ടന്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ വല്ല വണ്ടി വരുമ്പോ ജോസേട്ടൻ ഞാൻ ചെയ്യും, ജോസേട്ടൻ കൊതുറുമ്പോ ജോസേട്ടൻ ഓടിപ്പോകും. ഇനി കർത്താവാണ് എന്റെ കൈ പിടിച്ചാലാ, കർത്താവിനറിയാം എന്നെ ഇങ്ങനെ സുരക്ഷിതമായി കൊണ്ടുപോകാം. എനിക്കൊരു പക്ഷെ പ്രതിസന്ധിയാകാം, ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ജീവിതത്തിന്റെ ഓരോ പ്രാരാബ്ദങ്ങളാകാം. പക്ഷെ അവിടെ ഞാൻ അവനെ ഇട്ടിട്ട് പോകാതിരിക്കാൻ അവൻ എൻ്റെ കൈ പിടിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയും വർഷമായിട്ട് അവൻ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പ്. ഹല്ലേലൂയ. അവൻ ഇനി എന്നെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഉറപ്പാണ് എനിക്ക്. ഞാൻ പലപ്പോഴും കുസൃതി കാണിച്ച് മാറുമ്പോഴും നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എന്നെ വിടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ എന്നെ പിടിച്ച ആരെ പിടിക്കും? എൻ്റെ കുടുംബത്തെയും പിടിക്കും. എന്നെ പിടിച്ചാൽ അവരെയും പിടിക്കും, കൊണ്ടുപോകും. അവൻ അവസാനം ആരെങ്കിലും കൊതറി മാറിയാൽ അവന്റെ ചെവിക്കിട്ട് പിടിച്ച്, വചനം പറഞ്ഞ യേശയ്യയിലെ, അവൻ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. ഇനി ഞാൻ വിട്ടുപോകാൻ നോക്കിയാലാ, അവൻ എൻ്റെ ചെവിക്ക് പിടിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഹല്ലേലൂയ. കാരണം അവൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ മാത്രമല്ല, വചനം പഠിച്ചവനെ, വചനം സ്വീകരിച്ചവനെ, വചനം വിശ്വസിക്കുന്നവനെ അവൻ അത്രമാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നെഹമ്യാ മിഷനിലേക്ക് വരുമ്പോൾ, മലമ്പുഴയിൽ ഇവിടെ വരുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ വചന പുസ്തകം എടുക്കണം, നോട്ട്ബുക്ക് എടുക്കണം, പേന എടുക്കണം. ഓരോ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് അത് പ്രഘോഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വെറും കേട്ടുപോകുന്നവരാകാതെ. എത്രയോ ധ്യാനങ്ങൾ നമ്മൾ കേട്ടൂലേ, എത്രയോ കൺവെൻഷനുകൾ നമ്മൾ കേട്ടു. ഈ അടുത്ത് പാലക്കാട് ഡൊമിനിക് വാളമേലച്ചൻ്റെ ധ്യാനം 5 ദിവസം കൂടി. എന്തു കിട്ടി? എന്തോരം പ്രാവശ്യം ഇത് കേട്ടു, എന്തോരം പ്രാവശ്യം നമ്മൾ തള്ളിക്കളഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിങ്ങനെയല്ല. എൻ്റെ ജീവിതം നവീകരിക്കപ്പെടാൻ, എൻ്റെ ജീവിതം അത്ഭുതകരമായി മാറ്റണമെങ്കിൽ നീ വചനത്തെ അത്രമാത്രം. അതിനാണ് നോട്ട്ബുക്ക് എടുക്കണം, പേൻ എടുക്കണം, ബൈബിൾ എടുക്കണം, വരയ്ക്കണം, എഴുതണം, കുത്തിക്കുറിക്കണം. നിനക്ക് സമയം കിട്ടുമ്പോഴേക്ക് ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ ആദരത്തിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്നലെ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നൊക്കെ പറയണില്ലേ, ബൈബിളിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എവിടെയാ? ഞാൻ ഉടനെ പറഞ്ഞു, പാടല്ല. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം. മാതാപിതാക്കളെ കുറിച്ചുള്ള കടമയാണ്. അതിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അങ്ങനെ പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. തൃശ്ശൂരിന് ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വിളിക്കും ഓരോരുത്തർ, ഭജനം ഈ ഭജനെ പറ്റിയ ബ്രദറെ അല്ലെങ്കിൽ ചേട്ടാ നീട്ടി വെച്ചിട്ട്. എൻ്റെ മിടുക്കൊണ്ടല്ല,
ആത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ ആത്മാവ് തന്നെ അത് പറഞ്ഞു, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വചനത്തെ കണ്ണടച്ച് വിശ്വസിച്ചോ? ആൾക്കാരൊക്കെ പറയും പിന്നെ പിന്നെ എന്ന് നടക്കണ കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു വചനം അതെൻ്റെ ജീവിതത്തിൽ അഭിഷേകമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. ഈ വചനത്തെ കണ്ണുമടച്ച് വിശ്വസിച്ച് സ്നേഹിച്ച് അവന് കൂടെ കൊണ്ട് നടന്നപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എന്നെ വഴിവിട്ടിട്ട് അവൻ പോയില്ല, അവനെ ചതിച്ചൊന്നുമില്ല. വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അവൻ്റെ വചനം പറയാൻ ദൈവം കൃപ നൽകിയപ്പോൾ ഓരോരുത്തരും പറഞ്ഞ വചനങ്ങൾ ഞങ്ങളത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. നിനക്ക് രക്ഷപ്പെടണോ? നിനക്ക് അഭിവൃദ്ധി പ്രാപിക്കണോ? നിനക്ക് സന്തോഷമുണ്ടാകണോ? എന്ത് ചെയ്യണം? വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ സമയങ്ങളിൽ അത് പുറത്തേക്ക് ചാടിയിരിക്കും. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 26:5 കൂടിയും വായിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ വചനം പറഞ്ഞിട്ട് തീരുന്നില്ല. 2 ദിനവൃത്താന്തം 26:5 വചനം എടുത്തേക്കും. 2 ദിനവൃത്താന്തം തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച വായിക്കുന്ന മലയാളല്ലേ? വായിക്കേ, ഓർക്ക വായിക്കേ. സക്രിയ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. അടുത്ത പതിനൊന്ന് നോക്കിയ കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് എന്തു കൊടുത്തു? കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും. എത്ര കാലം അന്വേഷിച്ചു അത്രയും കാലം അവൻ എന്ത് കൊടുത്തു? ഐശ്വര്യം. വേണ്ടേ നമുക്ക്? ഇങ്ങനെ കേട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കളഞ്ഞാൽ മതിയോ? ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് നിങ്ങളോട് അല്ലേ. മലയാളി ഞങ്ങൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അന്തോണീസ് പുണ്യാളുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പുണ്യാളുടെ പള്ളി കണ്ടപ്പോൾ അവിടെ കയറി പള്ളി കണ്ട് പ്രാർത്ഥിച്ച് കയറുന്ന സമയത്ത് പുണ്യാളൻ്റെ നാവ് അവിടെ വെച്ചിട്ട്, നാവാണ് അഴുകാതിരിക്കുന്നത്, നാവ് അരളിക്കയിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷമായി തീർന്ന അന്തോണീസിനല്ലേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചേ, മലയാളി മരിച്ച എന്തായിരിക്കും സൂക്ഷിച്ചു വയ്ക്കുക? അന്തോണീസ് പുണ്യാളുടെ നാവ് സൂക്ഷിച്ചു വെച്ചു. നമ്മളൊക്കെ ചത്ത എന്ത് നമ്മുടെ അഴിയാതിരിക്കുക? നാവ് അഴിഞ്ഞു പോയില്ല, കേടായി പോയില്ല. നമ്മളൊക്കെ മരിച്ച എന്താവും അഴിയാതിരിക്കുക? നമ്മുടെ ചെവി അഴുകില്ല. കാരണം എന്തുമാത്രം വചനം കേട്ടതാ നമ്മളല്ലേ, എന്തുമാത്രം വചനം കേട്ട. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ ചെവി കൂടെ കേട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ശുദ്ധീകരിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തു പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് ബ്രദറെ? ഓ കുഴപ്പമില്ല, മലയാളി പഠിച്ചു, കുഴപ്പമില്ല, അവൻ അങ്ങനെ ആയിത്തീർന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് ചാടി എഴുന്നേൽക്കാം. ഇനി വിശുദ്ധ കുർബാനയ്ക്ക് നമുക്കണയാം. ഹല്ലേലൂയ. നമുക്കൊന്ന് ചാടി എഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതിയ അഭിഷേകം, വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോയുടെ വചനപുസ്തകത്തിൽ 8500-ലധികം വചന വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ടെന്നാണ് പറയണേ. ബൈബിളിൽ എത്ര വചന വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞേ? 500-ലധികം വചന വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാഗ്ദാനം തന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ, ഞാനും നിങ്ങളുടെ വീട്ടിൽ ചൊല്ലുന്ന സങ്കീർത്തനം 91. നിങ്ങളെന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്ക്. അതിൽ നിമിഷത്തിൽ വസിക്കുന്നവനും സർവശക്തനും നൽകുക ദാന സംഗീതത്തിൻ്റെ കൂടെ. അങ്ങനെ വായിച്ചാൽ കിട്ടില്ല, നിർത്തി വായിച്ചാലുണ്ടല്ലോ. അതിൻ്റെ അകത്ത് 23ഓളം വചന വാഗ്ദാനങ്ങൾ ആ ഒറ്റ സങ്കീർത്തനത്തിൽ 91-16 വചനങ്ങളേ ഉള്ളൂ. അതിൻ്റെ അകത്തുണ്ട്. നമ്മളൊക്കെ ചൊല്ലിക്കൂട്ടുന്നുണ്ട്. നീ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ആണോ, നീ എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിൻ്റെ ചിറകുകൊണ്ട് മറച്ചുകൊള്ളും. അവൻ എന്തെല്ലാം. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ വായിക്കില്ല. വായിച്ചാൽ തന്നെ ഠും ഠും വെടികിട്ടും. അപ്പോൾ 8500 വചന വാഗ്ദാനം തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വചനത്തിൽ തന്നിരിക്കാം. 365 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട എന്ന്.
ബൈബിൾ ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടണ്ട. അപ്പോൾ ഓരോ ദിവസത്തേക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നു ഭയപ്പെടണ്ട. പക്ഷെ നമുക്ക് തന്നെ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നൊരു പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ വചനം എത്രയാണെങ്കിലും പഠിച്ച് ജീവിതത്തിൽ ഒരു അഭിഷേകം പ്രാപിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് ഇന്ന് ഭാഷാവരം തരും, ദർശനവരങ്ങൾ, പ്രവചനവരങ്ങൾ എല്ലാം തരും. അതിന് നിങ്ങൾ ആദ്യം തന്നെ കൈകൾ ഉയർത്തി വായ തുറന്ന് ആരെയും നോക്കണ്ട, നാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് ഉറക്കെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു കേൾക്കണ്ട, ആരുടെ മുഖത്തേക്ക് നോക്കണ്ട. നിങ്ങൾ അധരം തുറന്ന് ഹൃദയം തുറന്ന് നാവ് തുറന്ന് ഉച്ചസ്വരത്തിലെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ ഹല്ലേലൂയ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളെ കൊണ്ട് ഈ മക്കളെല്ലാവരെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാവരങ്ങൾ, ദർശനവരങ്ങൾ, പ്രവചനവരങ്ങൾ, രോഗശാന്തിക്കുള്ള വരങ്ങൾ, പ്രബോധന വരങ്ങൾ, വിശ്വാസത്തിന്റെ വചനങ്ങൾ, വചനം പഠിക്കാനുള്ള ക്രമ കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ബലിയർപ്പിക്കാൻ വരുവിൻ അൽത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായൻ പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായൻ പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ, പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ, ഒരുമയോടർപ്പിച്ചിടാം ഈ അൾത്താരയിൽ.
അണയാ അനുദപിക്കാൻ അനുരഞ്ജിതരായി ബലിയേക. ഹല്ലേലൂയ. വലതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. 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 നമ്മളിത് ബലിയർപ്പിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു വചനം പറഞ്ഞ് നമ്മൾ പ്രത്യേകമായിട്ട് അതിൻ്റെ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രഭാഷകൻ 34:20 വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവ് നൽകുന്ന സൗഖ്യവും ജീവനും അനുഗ്രഹവും നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കാൻ, നമ്മുടെ ആത്മാക്കളെ ഉത്തേജിപ്പിക്കാൻ, കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുകരമുയർത്തി ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ